ലോക ചരിത്രത്തിലെ ഏറ്റവും സന്തോഷം അനുഭവിച്ചിട്ടുള്ള ഗർഭിണിയാണ് സയ്യിദത്തുന ആമിന റളിയല്ലാഹു അൻഹ. നബി തങ്ങളുടെ ഉമ്മ. ലോക ചരിത്രത്തിൽ ഒരു ഗർഭിണി ഇത്ര സുഖം അനുഭവിച്ചിട്ടുണ്ടെങ്കിൽ അത് ആമിന ബീവിയാണ്. സാധാരണ ഗർഭിണികളുടെ സ്വപ്നങ്ങൾ പോലും പ്രയാസകരമായിരിക്കും. ഗർഭിണികൾ ഒരു സ്വപ്നക്കണ് കണ്ട, ഒരു പാമ്പിനെ കണ് കണ്ടാല് വേങ്ങരെന്ന് തിരുവനന്തപുരത്ത് കണ്ടെത്തും. ആയാതി പാമ്പിനൊക്കെ കാണും. എന്നാല് ആമിന ബീവി ഗർഭമുള്ള സമയത്ത് കണ്ട സ്വപ്നം പ്രകാശത്തിന്റെ വലിയ വലിയ കൊട്ടാരങ്ങൾ. ഓരോ മുൻകഴിഞ്ഞ അമ്പിയാക്കൾ ഇങ്ങനെ സ്വപ്നത്തിൽ വരിക. എന്നിട്ട് ഇങ്ങനെ വയറിലുള്ള കുട്ടിയെ കുറിച്ചുള്ള ഇങ്ങനെ സന്തോഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുക. ഇങ്ങനെയുള്ള സന്തോഷകരമായ സ്വപ്നങ്ങളെയാണ് ആമിന ബീവി റളിയല്ലാഹു അൻഹ കണ്ടത്. ലോക ചരിത്രത്തിൽ ഏറ്റവും സന്തോഷം അനുഭവിച്ച ഗർഭിണിയായ ഉമ്മയായ ആമിന ബീവി റളിയല്ലാഹു അൻഹയെ അതിൽ ഉൾപ്പെടുത്തുന്നതിന് വേണ്ടിയാണ് അല്ലാഹു റബ്ബുൽ ഇസ്സത്ത് നടുക്കം ഇങ്ങോട്ട് പറഞ്ഞത് എന്ന് മനസ്സിലാക്കാൻ കഴിയും. അപ്പോ ഖുർആനിന്റെ ആദ്യത്തെ പരാമർശത്തിൽ തന്നെ ഉമ്മാനെ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഞാൻ ഈ പറഞ്ഞ ആയത്തിൽ തന്നെ അതിൽ ഒരുപാട് കാര്യങ്ങളുണ്ട്. ഏത് വവസ്സൈനൽ ഇൻസാന ബിവാലിദൈഹി ഹമലതു ഉമ്മുഹു വഹ്നൻ അലാ വഹ്ൻ. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു മനുഷ്യനെ നന്നാക്കാൻ വേണ്ടി ചെയ്യുന്ന കാര്യങ്ങൾ മൂന്നെണ്ണാണ്. ഒരു മനുഷ്യനെ നന്നാക്കാൻ 3 കാര്യങ്ങളെ ചെയ്യാം. ഒന്ന് നസീഹത്ത് ചെയ്യും, ഉപദേശം, നസീഹത്ത്. 2 വസിയത്താണ്. മൂന്നാമത്തത് ഇൽഖാ ആണ്. 3 കാര്യങ്ങളാണ് ഒരു മനുഷ്യനെ നന്നാക്കാൻ ചെയ്യുന്ന പരിപാടി. അതിലെ നടുക്കത്തതാണ് വസിയത്ത് എന്ന് പറഞ്ഞത്. ഒന്നാമത്തതാണ് നസീഹത്ത്, ഉപദേശം. ഉപദേശം ചിലർ ഉൾക്കൊള്ളും, ചിലർ ഉൾക്കൊള്ളൂല. വസിയത്ത് എന്ന് പറഞ്ഞാൽ എന്താ? വസിയത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ മരിച്ചാലും ഒഴിവാക്കരുത് ട്ടോ എന്ന് പറഞ്ഞതിനാണ് നാടൻ ഭാഷയിൽ വസിയത്ത് എന്ന് പറയാം. എന്ന് പറഞ്ഞാല് ഒരു അഡ്ജസ്റ്റ്മെന്റും ഇല്ലാത്ത മരണത്തോട് കണക്ട് ചെയ്ത് പറയുമ്പോഴാണ് അത് വസിയത്തായിത്തീരുന്നത്. അങ്ങനെയാണ് മനുഷ്യനോട് വാപ്പാനും മാനും നോക്കാൻ പറഞ്ഞിട്ടുള്ളത്. എന്തേപ്പോ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞ ഉപദേശങ്ങൾ ഖുർആനിൽ ഇത്ര പ്രാധാന്യത്തോടെ പറയാൻ കാരണം, മിഞ്ഞാന്ന് വാഫി ക്യാമ്പസിൽ, കാളികാവ് വാഫി ക്യാമ്പസിൽ ഇതുണ്ടായിരുന്നു. പിന്നെ അവിടുത്തെ അർഹാം അസംബ്ലി എന്ന് പറഞ്ഞിട്ട് രക്ഷിതാക്കളുടെ സംഘം ഉണ്ടായിരുന്നു. അപ്പോൾ എന്നോട് പാരന്റിങ്ങിനെ കുറിച്ച് പറയാൻ വേണ്ടി പറഞ്ഞു. ഞാൻ ഈ സംഭവം പറഞ്ഞത് സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു അദ്ദേഹം സുഡാനിയാണ്. ലുക്മാൻ ഹക്കീം സുഡാനിയാണ്. ആള് കറുത്ത വർഗ്ഗക്കാരനാണ്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായമുണ്ട്. ഈജിപ്തുകാരനാണ് എന്ന അഭിപ്രായം പരിഗണിച്ചാൽ തന്നെ സുഡാനോട് ചേർന്ന പ്രദേശമാണ്. കറുത്ത വർഗ്ഗക്കാരനാണ് എന്നുള്ളതിൽ തർക്കമില്ല. ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹുവിനെ മോശാക്കാൻ വേണ്ടി ഞാൻ പറഞ്ഞതല്ല. ലുക്മാൻ ഹക്കീം എന്ന് പറഞ്ഞ ആളെ കുറിച്ച് നമ്മളെ മനസ്സിലൊരു ചിത്രം വന്നോട്ടെ എന്ന് കരുതി പറഞ്ഞതാണ്. ആ മനുഷ്യന്റെ രൂപം മനസ്സിൽ വരാൻ വേണ്ടി പറഞ്ഞതാണ്. സയ്യിദുനാ ലുക്മാൻ റളിയല്ലാഹു അൻഹു വലിയ മനുഷ്യനാണ്. ഒരു ദിവസം അങ്ങനെ നടന്നു പോണ സമയത്ത് ഒരാള് വന്നിട്ട് പറഞ്ഞു, ലുക്മാനെ മരുന്ന് വാങ്ങാൻ പൈസ ഇല്ല, എൻ്റെ അടുത്ത് എന്തേലും ഉണ്ടെങ്കിൽ കൊണ്ടുപോകണം. ലുക്മാന്റെ കയ്യിൽ ഒന്നും ഉണ്ടായിരുന്നില്ല. സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു പറഞ്ഞു, ഇജ്ജൊരു കാര്യം ചെയ്തോ, ഈ ഇന്നെ കൊണ്ടുപോയി വിറ്റിട്ട് മരുന്ന് വാങ്ങിക്കോ. അയാൾക്ക് വേറെ വഴിയൊന്നും ഉണ്ടായിരുന്നില്ല. അയാൾ ലുക്മാനെ കൊണ്ടുപോയി ചന്തയെ കൊണ്ടുപോയിട്ട് വിറ്റു. മരുന്ന് വാങ്ങി. കുറെ കാലം സയ്യിദുനാ ലുക്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു അടിമയായി ജീവിച്ചു. അവസാനം സ്വന്തമായി അധ്വാനിച്ച് പണമുണ്ടാക്കി യജമാനന് കൊടുത്ത് മോചനം നേടി. എന്നിട്ട് കല്യാണം കഴിച്ചു. എന്നിട്ടൊരു കുട്ടി ഉണ്ടായി. ആ കുട്ടിയോട് അദ്ദേഹം ഉപദേശിക്കുകയാണ്. എന്താ ഉപദേശത്തിന്റെ പ്രത്യേകത? സയ്യിദുനാ ലുക്മാൻ ഹക്കീം റളിയല്ലാഹു അൻഹു എന്നും വൈകുന്നേരം, എന്നും രാവിലെ വീട്ടിൽ നിന്ന് പുറത്തിറങ്ങുന്ന സമയത്ത് ഉമ്മയോട് ചോദിക്കാറുണ്ടായിരുന്ന ഒരു ചോദ്യം. എന്നോ രാവിലെ പെരേന്നിറങ്ങുമ്പോ ഉമ്മാട് ചോദിക്കും, ഉമ്മ ഞാൻ പോയി വരട്ടോ, നിങ്ങൾക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടത് എന്ന് ചോദിക്കും. ഉമ്മ എന്തേലും ഒന്ന് പറയും, മോനെ കൊമ്പൻ ജാതി കൊണ്ടുവരി, അല്ലെങ്കിൽ ഓരോ ജനാതി കൊണ്ടുവരി, നമ്മളെ നാടൻ ഭാഷ എന്തോ പറയും. ഉമ്മാക്ക് ഇങ്ങനെ പ്രായം കൂടി ഇങ്ങനെ വന്നു. അപ്പോഴും ലുക്മാൻ ഈ ചോദ്യം തുടരും, എന്നും ചോദിക്കും. ഉമ്മാക്ക് പ്രായം കൂടിയ സമയത്ത് ഒരു ദിവസം ലുക്മാൻ ചോദിച്ചു,
രാവിലെ പോകുമ്പോ ഉമ്മ ഞാൻ പോയി വരാം, ഉമ്മാക്ക് എന്താ ഞാൻ വരുമ്പോ കൊണ്ടുവരേണ്ടതെന്ന് ചോദിച്ചപ്പോ അന്ന് പറഞ്ഞു, മോനെ അന്ന് വൈകുന്നേരം വരുമ്പോ ഉമ്മാക്ക് സ്വർഗത്തുനിന്ന് ഒരു പൊടി മണ്ണ് കൊണ്ടുവരുന്നുണ്ടോ. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു കുറെ സമയം ഇങ്ങനെ ആലോചിച്ചു. എന്നിട്ട് മൂപ്പര് പറഞ്ഞു, അങ്ങനെയാണെങ്കിൽ ഉമ്മ ഇന്ന് ഞാൻ പോണില്ല, കാരണം സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരണ്ടേ, ഇന്ന് ഞാൻ പോണില്ല. സ്വർഗത്തിലെ ഒരു പിടി മണ്ണ് കൊണ്ടുവരാൻ പോണ്ട ആവശ്യമില്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാന്റെ കാലിന്റെ ചോട്ടിന്ന് ഒരു പിടി മണ്ണ് ഇങ്ങനെ എടുത്തുങ്ങാണ്ടാണ് കൊടുത്തു. ഇതന്നെയാണ് ഉമ്മ സ്വർഗത്തിലെ ഒരു പിടി മണ്ണ്. ഉമ്മാന്റെ കാലിൻ ചുവട്ടിലാണ് സ്വർഗമെന്ന് മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമ്മളിൽ എത്ര പേർക്ക് ഈമാനായിട്ടുണ്ട് എന്നതാണ് പരിശോധിക്കേണ്ടത്. അത് നമുക്ക് ഈമാനായിട്ടുണ്ടോ ഇല്ലേ? അത് ഈമാനായിക്കണമെങ്കിൽ ഒരു മനുഷ്യൻ സലാമത്താവും. ഒരു മനുഷ്യൻ, ഏത് മനുഷ്യനും ഈ ഒരു കാര്യം ഈമാനായ സലാമത്താവും, ഉറപ്പാണ് ആ കാര്യം. കാരണം സ്വർഗത്തിലേക്കുള്ള ഏറ്റവും എളുപ്പവഴിയാണ് ഉമ്മാനെ സംതൃപ്തിപ്പെടുത്തുക എന്നത്. ഏത് കള്ളുടിയനെ പരിശോധിച്ചോളി, വ്യഭിചാരിയെ പരിശോധിച്ചോളി, പലിശക്കാരനെ കൊള്ളക്കാരനെ പരിശോധിച്ചോളി, ഓനും ഓന്റെ ഉമ്മയും തമ്മിൽ പ്രശ്നം ഉണ്ടാവും. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ തെറ്റി സഞ്ചരിക്കണമെങ്കിൽ ഉമ്മയോട് പ്രശ്നമില്ലാതെ നടക്കൂല. കാരണം ഉമ്മാന്റെ കാലിലോട്ടേക്കുള്ള വഴിയാണ് സ്വർഗത്തേക്കുള്ള വഴി എന്ന് പറഞ്ഞത്. ആ വഴിയിൽ നിന്ന് തെറ്റാതെ സ്വർഗത്തിലേക്കുള്ള വഴിയിൽ നിന്ന് ഒരു മനുഷ്യൻ തെറ്റൂല. അതുകൊണ്ട് ആദ്യം നന്നാവാൻ കരുതിയോര് ആദ്യം നന്നാവേണ്ടത് ഉമ്മാനോടേറ്റാണ്. വേറെന്ത് ചെയ്തിട്ടും കാര്യമില്ല. ഭാര്യനോട് ഒരാള് ഇജിന്റെ ഭാര്യയല്ല എന്ന് പറഞ്ഞാല് ആ സമയം പോയി. ഉമ്മാനോട് 1000 വട്ടങ്ങൾ ഇന്റെ ഉമ്മ അല്ല എന്ന് പറഞ്ഞാലും ഉമ്മ തന്നെയാണ്, യാതൊരു മാറ്റവും ഇല്ല. ഒരിക്കലും മുറിയാത്ത ബന്ധം. അള്ളാഹു നമ്മളെ കയ്യുമ്മ മുറി ഉണ്ടായാല് അത് ഉണങ്ങിയാൽ അതിന്റെ അടയാളം മാഞ്ഞു പോകും. കാലുമ്മ ഉണ്ടായാല് എത്ര വലിയ മുറിയാണെങ്കിലും കുറെ കാലം കഴിയുമ്പോ അതിന്റെ അടയാളം പോവും. എന്നാൽ ഉമ്മയുടെ ശരീരത്തിൽ നിന്ന് നമ്മളിലേക്ക് കണക്ഷൻ തന്നിരുന്ന പൊക്കിൾ കൊടി അവിടുന്ന് മുറിച്ചെടുത്തപ്പോഴുള്ള ആ കുജ് തൂർന്നിട്ടില്ല. മേലെന്ന് താഴത്ത് കളന്നാലും അടിയിന്ന് മേലത്ത് കളന്നാലും സെന്ററിലാണ് പൊക്കിളുള്ളത്. ഒരു മനുഷ്യന്റെ സെന്ററിലാണ് അവന്റെ പൊക്കിൾ നിലകൊള്ളുന്നത്. ഉമ്മയിൽ നിന്ന് നമുക്ക് അല്ലാഹു തആല തന്നിരുന്ന കണക്ഷനാണത്. കുജ് തൂർന്നിട്ടില്ല എന്ന് പറഞ്ഞാൽ എന്താ അതിന്റെ അർത്ഥം? കണക്ഷൻ മുറിഞ്ഞിട്ടില്ല എന്നാണ് അതിന്റെ അർത്ഥം. കുജ് തീരാത്ത അതുകൊണ്ടാണ്, കണക്ഷൻ മുറിയാത്തോണ്ടാണ്. ഇത് നമുക്ക് മനസ്സിലാവണം. ആദ്യം മനസ്സിലാവേണ്ട ഒരു കാര്യം അതാണ്. ബാക്കി എല്ലാം ശരിയായി. മാനേറ്റൊരാൾ പ്രശ്നം തീർന്നാല് നഖം മുറിക്കാൻ സമയം കിട്ടാത്തവൻ വരെ ഉമ്മയോട് പ്രശ്നമുള്ളവനാണ്. കുളിക്കാൻ നേരം കിട്ടണില്ല, അവനവന്റെ ഉമ്മയോട് പ്രശ്നം ഉണ്ടാവും. ഒരു മനുഷ്യന്റെ ഫിത്രത്ത് എന്ന് പറയുന്ന മാനുഷിക പ്രകൃതം നഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ അവന്റെ ഉമ്മയോട് അവന് പ്രശ്നമുണ്ട്. സ്വർഗത്തിന്റെ വഴിയിൽ നിന്ന് ഒരാൾ ഉമ്മയോട് പ്രശ്നമില്ലാതെ പോകൂല. അത് വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അതുകൊണ്ട് ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹുവിന്റെ ഈ പ്രവർത്തനമാണ് അദ്ദേഹം തന്റെ മകന് കൊടുത്ത ഉപദേശം ഖുർആനിൽ വരാനുണ്ടായ കാരണം എന്ന് പറഞ്ഞാൽ അങ്ങനെ ചുരുക്കി പറയാം. വാപ്പാനി ഉമ്മാനി നോക്കണോനാണ് മക്കളെ നോക്കാൻ അവകാശമുള്ളത്. നമ്മളെ മക്കളെ നമ്മൾ പറഞ്ഞാൽ കേൾക്കണമെന്നില്ല. എന്തേ കാര്യം? നമ്മളമ്മാനും വാപ്പാനെ നമ്മൾ നോക്കിയിട്ടില്ല. ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനോട് പറഞ്ഞ ഉപദേശം കേട്ടു എന്ന് മാത്രല്ല, നമ്മളോട് അല്ലാഹു തആല അത് പറയും കൂടി ചെയ്യാണ്. നീഗ്രോ വർഗക്കാരനായ സുഡാനിയായ കറുത്ത വർഗക്കാരനായ ഒരു മനുഷ്യൻ തന്റെ മകനെ ഉപദേശിച്ചിരുന്നു എന്ന് മാത്രല്ല, ഉപദേശം എന്തൊക്കെയെന്ന് നമുക്ക് പറഞ്ഞു തരുന്നുണ്ട്. യാ ബുനയ്യ ലാ തുശ്രിക് ബില്ലാഹ് ഇന്ന ശിർക ലദുൽമുൻ അദീം. എന്തൊക്കെ ഉപദേശങ്ങളാണ്! വലാ തംശി ഫിൽ അർളി മറഹ. സയ്യിദുനാ ലുഖ്മാനുൽ ഹക്കീം റളിയല്ലാഹു അൻഹു തന്റെ മകനെ കൊടുക്കുകയാണ്. മോനെ, നീ ഭൂമിയിൽ അതിക്രമം കാണിച്ചു നടക്കരുത് മോനെ, അക്രമം കാട്ടി നടക്കരുത്. ഉപദേശം അവിടെ നിൽക്കട്ടെ, ഉപദേശിക്കാനുള്ള യോഗ്യത വാപ്പ നേടുക എന്നുള്ളതാണ് ഒന്നാമത്തെ കാര്യം.